ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് 6-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആദ്യം ശ്ലോകമൊന്ന് ചൊല്ലാം. അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭു വിശ്വകർമ്മ മനുസ്തഷ്ടാസ്ഥവിഷ്ടസ്ഥവിരോർധ്രുവഃ. ഒന്നുകൂടെ ചൊല്ലാം. അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭു വിശ്വകർമ്മ മനുസ്തഷ്ടാസ്ഥവിഷ്ടസ്ഥവിരോർധ്രുവഃ. അപ്രമേയഃ. അപ്രമേയഃ മീൻസ് അപ്രമേയഃ. പ്രമേയഃ എന്ന് പറഞ്ഞാൽ പ്രമാദും ശക്യഃ. പ്രമാദം എന്ന് പറഞ്ഞാൽ അളക്കാനായിട്ട് ശക്യഃ കഴിയപ്പെടുന്നത്, അളക്കാൻ സാധിക്കുന്നത്, അതാണ് പ്രമേയം എന്ന് പറയുന്നത്. ഇവിടെ അപ്രമേയഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ കരണൈഹി പ്രമാദും അശക്യഃ. ആരാണോ കരണൈഹി, കരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് സെൻസസ്, അതായത് ഇന്ദ്രിയങ്ങളാൽ അളക്കപ്പെടാനായിട്ട് സാധ്യമല്ലാത്തതാണ്. നമ്മുടെ സെൻസ് കൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കാഴ്ചയും ശ്രവണശക്തിയും അതുപോലെ തൊട്ടറിയാനുള്ള കഴിവ്, മണത്തറിയാനുള്ള കഴിവ്, രുചിച്ചറിയാനുള്ള കഴിവ്, ഇതൊക്കെയാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും തന്നെ നമുക്ക് ആരെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ജ്ഞാതും പരബ്രഹ്മം ജ്ഞാതും പരബ്രഹ്മ മഹാവിഷ്ണു ജ്ഞാതും അശക്യഃ. പരമാത്മാവിനെ അഥവാ ഭഗവാൻ വിഷ്ണുവിനെ മനസ്സിലാക്കാനായിട്ട്, അഥവാ ഇവിടെ അളക്കാനായിട്ട് അപരിമേയം അപ്രമേയഃ, അളക്കാനായിട്ട് സാധ്യമല്ലാത്ത ശക്തിയാണ്. യഹ കരണൈഹി, കരണൈഹി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളാൽ, കരണഃ ഇന്ദ്രിയ, കരണൈഹി പഞ്ചേന്ദ്രിയങ്ങളാൽ, അതായത് ഇന്ദ്രിയങ്ങളാൽ, ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ 5 എണ്ണം. കരണൈഹി പ്രമാദും, അളക്കാനായിട്ട് അശക്യഃ സാധ്യമല്ലാത്തവൻ ഭഗവാൻ വിഷ്ണു അഥവാ പരമപുരുഷൻ ആയിട്ടുള്ള മഹാവിഷ്ണു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാനായിട്ട് സാധ്യമല്ലാത്തവനും. അതുകൊണ്ടാണ് അപ്രമേയഃ, അളക്കാനായിട്ട് സാധ്യമല്ലാത്തവൻ. നീളവും വീതിയും ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധ്യമല്ല, സൈസ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധ്യമല്ല. അഥവാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് ഭഗവാൻ നിലകൊള്ളുന്നു എന്ന അർത്ഥം. കാരണം പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ആ ശക്തിവിശേഷത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല എന്നർത്ഥം. അപ്രമേയഃ. പിന്നെയോ ഹൃഷീകേശഃ. ഹൃഷീകേശഃ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാണാം നിയന്ത, ഇന്ദ്രിയങ്ങളുടെ നിയന്താവാകുന്നു. സഹ ഇന്ദ്രിയാണാം നിയന്ത്രണം കരോതി ഓർ നിയന്ത്രയതി. ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. ആരുടെ ഇന്ദ്രിയങ്ങളെ? സർവഭൂതാനാം ഇന്ദ്രിയാണാം നിയന്ത. സർവഭൂതാനാം ഇന്ദ്രിയാണാം നിയന്ത്രണം സഹകരോതി. മഹാവിഷ്ണു, ഈ പരബ്രഹ്മമായിട്ടുള്ള അഥവാ ബ്രഹ്മമായിട്ടുള്ള മഹാവിഷ്ണു, ഈ പ്രപഞ്ചശക്തി എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. അത് മനുഷ്യനായിക്കോട്ടെ, ദേവനായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, സർവചരാചരങ്ങളുടെയും, സർവചരാചരാണാം ഇന്ദ്രിയാണി സഹ നിയന്ത്രയതി. ഭഗവാൻ നിയന്ത്രിക്കുന്നതിനർത്ഥം. അപ്പോൾ സകല ജീവജാലങ്ങളുടെയും, ഇത് മനുഷ്യരാശിയോ മൃഗമോ അല്ലെങ്കിൽ ദേവന്മാരോ ആര് തന്നെ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ഓൾ ദ ക്രിയേറ്റഡ് ബീയിങ്സ്, ഇവയെല്ലാം തന്നെ ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇവയുടെ എല്ലാം തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങളെ ഭഗവാൻ നിയന്ത്രിക്കുന്നു എന്നർത്ഥം.
അതാണ് ഋഷികേശ. യഹ ഇന്ദ്രിയാണാം നിയന്ത, ആരാണോ ഇന്ദ്രിയങ്ങളെ, സർവഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, അവനാണ് ഋഷികേശ. അതുകൊണ്ടാണ് ഭഗവാനെ ഋഷികേശ എന്ന് പറയുന്നത്. ഇനി പത്മനാഭ, അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭു. പത്മനാഭ യസ്യ നാഭോ പത്മമസ്തി കമലമസ്തി. ആരുടെ നാഭിയിലാണോ പത്മം, കമലം, നാഭി നാഭി തന്നെ, നാഭൗ നാഭിയിൽ, ആരുടെ നാഭിയിൽ പത്മമുണ്ടോ അസ്തി, അവനാണ് പത്മനാഭ. സോ ഭഗവാൻ വിഷ്ണു പത്മനാഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം യസ്യ നാഭോ പത്മമസ്തി കമലമസ്തി, കമലപുഷ്പം അസ്തി. ആരുടെ നാഭിയിലാണോ കമലം അഥവാ താമര സ്ഥിതി ചെയ്യുന്നത്, ഇത് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. ആ താമരയിൽ നിന്നാണ് എന്തുണ്ടായത്? തത് പത്മാദേവ ബ്രഹ്മ ആവിർഭൂത. ബ്രഹ്മദേവനാണല്ലോ നമ്മളുടെ സങ്കല്പത്തിൽ സാധാരണഗതിക്ക് സ്രഷ്ടാവായിട്ട്, സകല ചരാചരണെങ്കിലും സ്രഷ്ടാവായിട്ട്, ഈ ഭൂമിയിൽ കാണുന്ന സകല വസ്തുക്കളുടെയും സ്രഷ്ടാവായിട്ട് ബ്രഹ്മദേവനെയാണ് നമ്മൾ കാണുന്നത്. അഥവാ ദേവൻ തന്നെയാണ് സ്രഷ്ടാവ്. ആ ബ്രഹ്മദേവനെ അത് സൃഷ്ടിച്ചു. ഭഗവാൻ വിഷ്ണുവിൻ്റെ സൃഷ്ടിയാണ് ആര്? അഥവാ ഭഗവാൻ വിഷ്ണോഹ നാഭോ സ്ഥിതസ്യ സ്ഥിതം പത്മേ ഏവ ബ്രഹ്മദേവ ആവിർഭൂത. ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന പത്മത്തിൽ നിന്നാണ് ആവിർഭൂത ജനനം പ്രാപിച്ചത് എന്നർത്ഥം. അപ്പം ബ്രഹ്മദേവൻ സൃഷ്ടാവായിട്ടുള്ള, ഈ കാണുന്ന വസ്തുക്കളുടെ എല്ലാം സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മദേവനെ ആർ സൃഷ്ടിച്ചു? ഭഗവാൻ പരമാത്മനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ടാണ് പത്മനാഭ, നാഭിയിൽ പത്മമുള്ളവനും. പിന്നെയോ അമരപ്രഭു, അമരഹ അമരസ്യ പ്രഭു, അമരാണാം പ്രഭു അമരഹ. മരണരഹിത അന്തരഹിത, അമരന്മാർ, ഇവിടെ ദേവന്മാർ, മരണമില്ലാത്തവരാണവർ. ഈ മരണമില്ലാത്തവരുടെ പ്രഭുവായിട്ടും അധിപതിയായിട്ടും ഭഗവാൻ പ്രകാശിക്കുന്നു. അമരപ്രഭു, അമരന്മാരുടെ പ്രഭുവായി ഭഗവാൻ വിഷ്ണു പരിലസിക്കുന്നു എന്നർത്ഥം. ഈ അമരന്മാരുടെ ഇമ്മോർട്ടൽസ്, ഈ ദേവന്മാരുടെ സൃഷ്ടി, അഥവാ ദേവന്മാരും ദൈവങ്ങൾ തന്നെയാണ്, ദേവതകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ദേവൻ എന്ന് പറയുന്നത്. അതുപോലെ ബ്രഹ്മാവുമാരിയുള്ള സൃഷ്ടികർത്താക്കളും ദേവന്മാർ തന്നെയാണ്. ഇവരെല്ലാം അമരന്മാരായിട്ട് കണക്കാക്കപ്പെടുന്നു. അമരത്വം, അവർ അമൃത് കഴിച്ചതുകൊണ്ട് മൃത്യുവിനെ ജയിച്ചവരാകുന്നു. അമൃത് കഴിച്ചതുകൊണ്ട് മരണത്തെ ജയിച്ചവരാകുന്നു അമരഹ. അമരാണാം പ്രഭു വാസുദേവ, ഭഗവാൻ വിഷ്ണു. അപ്പോൾ ഈ അമരന്മാരുടെ, ഈ മരണമില്ലാത്തവരുടെ, ഈ ദേവന്മാരുടെ, ദേവതാനാം പ്രഭു അധിപതിയായിട്ട്, അവരുടെ എല്ലാം നാഥനായിട്ട് ഭഗവാൻ വിരാജിക്കുന്നു എന്നർത്ഥം. പിന്നെയോ ഈ അമരന്മാരായിട്ടുള്ള ദേവഗണങ്ങൾ, അത് പോലെയുള്ള ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ശക്തികൾ, ദേവന്മാർ, അവർക്ക്, ബ്രഹ്മദേവനെ പോലെയുള്ളവർക്ക് സൃഷ്ടിക്കാനുള്ള ശക്തി നൽകുന്നത്
ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ഈ പരമപുരുഷൻ തന്നെയാണ് സകലത്തിലും സ്ഥിതി ചെയ്യുന്നതും സകലതിൻ്റെയും സൃഷ്ടികർത്താവുമായിട്ടുള്ളതെന്ന് പറയാനുള്ള കാരണം ഒരു വിരുദ്ധതയായിട്ട് തോന്നുമായിരിക്കും. ബ്രഹ്മദേവനിലെ സ്രഷ്ടാവ്, പിന്നെ എങ്ങനെ വിഷ്ണു സ്രഷ്ടാവായെന്ന് ചോദിക്കുവാനും, ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ് ഇവിടെയുള്ള ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ആ ബ്രഹ്മദേവനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ശക്തി കൊടുത്തിരിക്കുന്നത് ഭഗവാൻ പരമാത്മനായിട്ടുള്ള പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ തേജസ് തന്നെയാണ് ബ്രഹ്മദേവനിലും അതുപോലെ തന്നെ മറ്റുള്ള ദേവതകളിലും അതുപോലെ സകല ചരാചരങ്ങളിലും വിരാജിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഇവിടെ അമരപ്രഭു, അമരാണാം പ്രഭു, ഈ അമരന്മാരുടെ ദേവഗണങ്ങളുടെ എല്ലാം പ്രഭുവായിട്ടും സകലതിൻ്റെയും പ്രഭുവാണ് ഭഗവാൻ വിഷ്ണു. കാരണം ഭഗവാൻ പരബ്രഹ്മമാകുന്നു. അതുപോലെ പ്രപഞ്ചശക്തിയായിട്ട് നിലകൊള്ളുന്നത്, സകലതലം വ്യാപരിച്ച് നിലകൊള്ളുന്നത് ഭഗവാൻ വിഷ്ണു തന്നെയാകുന്നു. ആ ഭഗവാൻ അമരന്മാരുടെ പ്രഭുവായിട്ടും ദേവന്മാരുടെ പ്രഭുവായിട്ടും വിരാജിക്കുന്നു. അമരപ്രഭു. പിന്നെ വിശ്വകർമ്മ. വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ് എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇവിടെ കർമ്മ എന്ന് പറയുന്ന ഒരു പദം വരുന്നുണ്ട്, വിശ്വകർമ്മ. വിശ്വസ്യ കർമാണാം കർത്ത. വിശ്വസ്യ കർമാണാം കർത്ത. അതായത് ബ്രഹ്മസൃഷ്ടേഹ പ്രാഗ് അനന്തരഞ്ച. ബ്രഹ്മസൃഷ്ടേഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ പ്രാഗ് മുമ്പും, പിന്നെ അനന്തരഞ്ച അതിനുശേഷവും. വിദ്യമാനം വിശ്വം, ഈ ലോകത്തെ നിലനിൽക്കുന്ന ലോകത്തെ, അതായത് ബ്രഹ്മ സൃഷ്ടിയുടെ മുൻപും അതിനുശേഷവും ഈ ലോകത്തിൽ നിലനിൽക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ ജഗത് വ്യാപാര, ജഗത്തിൽ നടക്കുന്ന സർവപ്രവർത്തനങ്ങൾ അത് നിയന്ത്രിക്കുന്നത്, അല്ല ആ പ്രവർത്തനം നടത്തുന്നത്, ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ചെയ്യിക്കുന്നത്, സകല ചരാചരങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ആ പരമ്പൊരുൾ തന്നെയാണ്. അതുകൊണ്ടാണ് വിശ്വകർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശ്വത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല കർമ്മങ്ങളുടെയും നാഥനായിട്ട്, അഥവാ അത് ചെയ്യിപ്പിക്കുന്നവനായിട്ട്, അഥവാ ചെയ്യുന്നവനായിട്ടും നിലകൊള്ളുന്ന ആര് തന്നെയാണ്? മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ടാണ് വിശ്വകർമ്മ എന്ന് പറയുന്നത്. വിശ്വത്തിലെ കർമ്മങ്ങൾ, അതുപോലെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് മുമ്പും അതുപോലെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് ശേഷവും അനന്തരഞ്ച കർമ്മ, അതുപോലെ ജഗത് വ്യാപാര, ലോകവ്യാപാര, ആ ലോകത്ത് നടക്കുന്ന സകല പ്രവർത്തനങ്ങളും ഭഗവാൻ വിഷ്ണുവിൻ്റേത് തന്നെയാകുന്നു എന്നർത്ഥം. ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ മഹാവിഷ്ണു തന്നെയാകുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് വിശ്വകർമ്മ എന്ന് പറയുന്നത്. വിശ്വത്തിലുള്ള സകല കർമ്മങ്ങളുടെയും കർത്ത ഭഗവാൻ കാരയതി, അത് ചെയ്യിപ്പിക്കുന്നു, ചെയ്യുന്നു. അതുകൊണ്ട് വിശ്വകർമ്മ. പിന്നെ മനുഹു. വിശ്വകർമ്മ മനുസ്ത്വഷ്ട. മനുഹു എന്ന് പറഞ്ഞാൽ ഏഹ മനനം കരോതി സഹ ഏവ മനുഹു. മനനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത്. ആരാണ് ചിന്തിക്കുന്നത്? അത് മനു. സഹ ഏവ മനുഹു. അപ്പോൾ മനനാഥ് മനുഹു ഇത് ഉച്ചത. അപ്പോൾ മനനം ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ എന്താഗ്രഹിച്ചു? ഭഗവാൻ ചിന്തിതവാൻ. സൃഷ്ടിം കർത്തൃം ചിന്തിതവാൻ. സൃഷ്ടി ചെയ്യുന്നതിനായിട്ട്, സൃഷ്ടിക്കുന്നതിനായിട്ട് ഭഗവാൻ ആഗ്രഹിച്ചു. അഭിജ സൃഷ്ടിം കൃതവാൻ. ചിന്തിച്ചു, സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് മനനം ചെയ്യുന്നു. ഭഗവാൻ എന്ത് മനനം ചെയ്തു? സൃഷ്ടിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നിട്ടോ
സകല ചരാചരങ്ങളെയും, ഈ വിശ്വത്തെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് മനു എന്ന് പറയുന്നത്. ഭഗവാൻ ചിന്തിച്ചു, അതുപോലെ ആഗ്രഹിച്ചു. അപ്പോൾ ചിന്തിക്കുന്നവനും ആഗ്രഹിക്കുന്നവനും ആണ് മനു, മനനം ചെയ്യുന്നവൻ. സോ ഭഗവാൻ എന്താഗ്രഹിച്ചു? സൃഷ്ടിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്രകാരം തന്നെ സൃഷ്ടിം കൃതവാൻ, സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് മനുഹു എന്ന പദം എന്ന പേരിലും ഭഗവാൻ അറിയപ്പെടുന്നു എന്നർത്ഥം. മനു തോഷ്ട, തോഷ്ട എന്നാണ്. ഏവം നിർമ്മിതം നാമരൂപ വ്യാകരണേന സ്വര നരാദി വൈചിത്ര്യ വിഭക്ഷം വ്യനക്തി എന്നാണ്. ഏവം നിർമ്മിതം ലോകം, ഈ ലോകം അപ്രകാരം സൃഷ്ടിച്ചു. അതിൽ ലോകെ സർവചരാണാം സൃഷ്ടിം അഭികൃതവാൻ, സകല ചരാചരങ്ങളുടെയും സൃഷ്ടിയും ഭഗവാൻ നടത്തി. അതുകൊണ്ടായാലല്ലോ ഇവയെല്ലാം തന്നെ പല ജാതികൾ. അപ്പോൾ നാമങ്ങൾ, പല പല നാമങ്ങൾ, നാമം, അതുപോലെ രൂപം. രൂപം എന്ന് പറഞ്ഞെങ്കിൽ ഇവയ്ക്കെല്ലാം തന്നെ ഈ സൃഷ്ടിക്കപ്പെട്ട സാധനമെല്ലാം പേരുകളും അതുപോലെ തന്നെ രൂപങ്ങളും നൽകി. അതായത് സുര, നര, വൈചിത്ര്യാദി ജീവാനി, സുരനും അതുപോലെ ദേവതകളും നരനും അതുപോലെ വൈചിത്ര്യമാകുന്ന മറ്റുള്ള ജീവികളും എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും സകലതും, കല്ലും മണ്ണും എല്ലാം പെടുന്നതിൽ ഈ സൃഷ്ടിയിൽ. ഇവകളെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഓരോന്നിനും പ്രത്യേക നാമം നൽകി വേർതിരിപ്പിച്ചു എന്നർത്ഥം. സകല ജാതികളെയും സൃഷ്ടിച്ചവൻ, എന്നിട്ട് നാമങ്ങളും പേരുകൾ കൊണ്ടും അതുപോലെ രൂപങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് വേർതിരിച്ചവൻ. അങ്ങനെ വ്യത്യസ്ത ജാതിയിലുള്ള ജീവജാലങ്ങളെ ഉണ്ടാക്കിയവനായതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ത്വഷ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടിച്ച സാധനങ്ങൾക്ക് നാമവും രൂപവും നൽകി അതുപോലെ പേരും ഓരോ ജാതികളായിട്ട് തിരിച്ചതുകൊണ്ട് ഈ സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം നാമങ്ങൾ കൊണ്ടും രൂപങ്ങൾ കൊണ്ടും വ്യത്യസ്തമായിട്ട് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ ത്വഷ്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ത്വഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാമവും രൂപവും നൽകി സുരനും നരനെന്നും മൃഗങ്ങളെന്നും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ജാതികളെ ഉണ്ടാക്കിയത് കൊണ്ട്, അങ്ങനെയുള്ള പേരുകൾ നൽകിയത് കൊണ്ടും ഭഗവാൻ ത്വഷ്ട എന്നറിയപ്പെടുന്നു. ത്വഷ്ട. പിന്നെയോ സ്ഥവിഷ്ട, മനുസ്ത്വഷ്ട സ്ഥവിഷ്ട സ്ഥവിരോർധ്രുവ. സ്ഥവിഷ്ട സ്ഥൂലതമ, അതായത് സ്ഥൂലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിച്ചത്. അപ്പോൾ സ്ഥൂലതമഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും തടിച്ചതെന്നർത്ഥം. അപ്പോൾ ഭീമാകാരമായ രൂപത്തോട് കൂടിയത്. ഇവിടെ ഭീമാകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിക്ക് നമ്മളെ ഏറ്റവും വലിയ പർവ്വതം പോലുള്ള സാധനങ്ങൾ നമ്മൾ ഭീമാകാരം എന്ന് പറയാറുണ്ട്. ഭീമാകാരമായ പ്രതിമ, ഭീമാകാരമായിട്ടുള്ള അല്ലേ ശില എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഭഗവാനെ ഭീമാകാരമായിട്ടുള്ള ശരീരമുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ ശരീരത്തിൻ്റെ സ്ഥൂലത എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്നതാണ്. കാരണം പ്രപഞ്ചം മുഴുവനും ഭഗവാൻ വ്യാപ്യ തിഷ്ഠതി, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ആര്? ഭഗവാൻ വിഷ്ണു. ഈ പ്രപഞ്ചശക്തിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു എന്ന് പറഞ്ഞെങ്കിൽ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? പ്രപഞ്ചമേവ തസ്യ ശരീര, പ്രപഞ്ചമേവ തസ്യ ശരീരം. ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചം എങ്ങനെയുള്ളതാണ്? അനാദി മധ്യാന്തം, അനാദിയാണ്. ആദി, അതുപോലെ മധ്യം, അന്തമൊന്നുമില്ലാത്തതാണ്. ഭഗവാൻ അങ്ങനെ തന്നെയാണ്, അനാദി മധ്യാന്തം. ഭഗവാൻ എന്നുണ്ടെങ്കിൽ ആദിയുമില്ല, മധ്യവുമില്ല, പിന്നെയോ അവസാനവുമില്ല.
അങ്ങനെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ശക്തിവിശേഷമായിട്ടുള്ള പരമ്പൊരുളാണ്, പരമാത്മനാണ് ഭഗവാൻ വിഷ്ണു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്തവിഷ്ട. തവിഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സങ്കല്പിക്കാൻ, ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൈസ്, പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് ഒരു മനുഷ്യനും കണക്കൂട്ടാനോ ഒന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. കാരണം പ്രപഞ്ചമെന്ന് പറയുന്നത് ആദിയും അന്തവുമില്ലാത്തതിന് ആദി അന്തരഹിതമാകുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശരീരവ്യാപ്തി എന്ന് പറയുന്നതും ആദി അന്തരഹിതം, ആദിയോ അന്തവുമില്ല എന്നർത്ഥം തന്നെ. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ശരീരം. അപ്പോൾ ഏറ്റവും വലുപ്പമുള്ള ശരീരത്തോടു കൂടിയവനും, ശരീരത്തോടു കൂടിയവനാണ് ആര്? മഹാവിഷ്ണു. സ്തവിഷ്ട. അതുപോലെ തന്നെ സ്ഥവിരഹ. സ്ഥവിരഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ സർവകാലേഷു വിദ്യതേ, ആരാണോ സർവകാലങ്ങളിലും നിലനിൽക്കുന്നത്, എപ്പോഴുമുള്ളവൻ, അഥവാ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവൻ, ജനനമോ മരണമോ ഇല്ലാത്തവൻ, സ്വയംഭൂവാണ് ഭഗവാൻ. സ്വയംഭൂ ഏവ ഭഗവാൻ വിഷ്ണു സ്വയംഭൂ ഏഹ സ്വയംഭൂഹു ഏവ, സ്വയംഭൂവായിട്ടുള്ളവനാണ്. പിന്നെ ഭിന്ന ഭിന്ന കാലേഷു ഭിന്ന ഭിന്ന രൂപാണി സ്വീകൃത്യ, എന്തിനു വേണ്ടിയിട്ട് ഭക്താനാം രക്ഷണാർത്ഥം വിവിധാനി അവതാരാണി ഭഗവാൻ സ്വീകരോതി. ഭക്തന്മാരുടെ രക്ഷണാർത്ഥം വിവിധ തരത്തിലുള്ള മത്സ്യം, കൂർമ്മം, വരാഹം എന്നീ തരത്തിലുള്ള അവതാരങ്ങൾ നമുക്കറിയാം. അങ്ങനെ വിവിധ കാലങ്ങളിൽ ഈ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്നതിന് ഭക്തന്മാരുടെ രക്ഷണാർത്ഥമായിട്ടും ഭക്താനാം രക്ഷണാർത്ഥം സഹ വിവിധ രൂപാണി അവതാരാണി സ്വീകരോതി. ഇവിടെ എന്താണ്? അല്ലാതെ സ്ഥവിരഹ എന്ന് പറഞ്ഞെങ്കിൽ എന്നും നിലനിൽക്കുന്ന, സർവകാലേഷു സഹ വിദ്യമാന, എല്ലാ കാലത്തിലും ഭഗവാൻ നിലനിൽക്കുന്നവൻ, എല്ലാ കാലത്തിനും ഉള്ളവൻ, പ്രപഞ്ചശക്തിയാണ് ഭഗവാൻ. എന്നും ഉണ്ടായിട്ടുണ്ട്, എന്നും ഇരിക്കുന്നു, എന്നും ഉണ്ടായിരിക്കും. ഭഗവാന് ജനന മരണരഹിത, ജനനമോ മരണമോ ഇല്ലാത്ത ശക്തിവിശേഷമാണ്, ഈ പ്രപഞ്ചശക്തിയാണ് ഭഗവാൻ എന്നർത്ഥം. അതാണ് സ്ഥവിരഹ. ഭഗവാൻ സ്ഥിരനാണ്, സനാതനഃ, നിത്യഃ, ഇതെല്ലാമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് സ്ഥവിരഹ എന്ന് പറയുന്നത്. പിന്നെയോ സ്ഥവിരോ ധ്രുവഹ. ധ്രുവഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവൻ. യഹ സ്ഥിരം തിഷ്ഠതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിണാമ വിധേയക നാസ്തി, പരിണാമത്തിന്, മാറ്റത്തിന് വിധേയനാകാത്തവൻ ആരാണോ അവനാണ് ധ്രുവഹ, പെർമനൻ്റായിട്ടുള്ളത്, സ്ഥിരമായിട്ടുള്ളത്. അവ്യയ പുരുഷ വന്നിട്ടുണ്ട്. അവ്യയ പുരുഷ, ഭഗവാൻ അവ്യയനാണ്, ചേഞ്ച്ലെസ്, മാറ്റമില്ലാത്തവനാണ്, സ്ഥിരമായിട്ടിരിക്കുന്നവനാണ്, ജനന മരണരഹിതനാണ്, സ്ഥിരമായിട്ടുള്ളവൻ. അതുകൊണ്ടാണ് ഭഗവാനെ ധ്രുവഹ എന്ന് പറയുന്നത്. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അപ്രമേയോ ഹൃഷീകേശ പത്മനാഭോമരപ്രഭു വിശ്വകർമ്മ മനുസ്ത്വഷ്ടാസ്ഥവിഷ്ഠസ്ഥവിരോർധ്രുവഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അടുത്ത വീഡിയോയിൽ 7ാമത്തെ ശ്ലോകത്തിന് വ്യാഖ്യാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.